ഹായ് ബാങ്കേഴ്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്ക ബാങ്കിങ് സ്റ്റുഡൻസും ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു ടോപ്പിനെ കുറിച്ചാണ്. വേറെ ഒന്നുമല്ല, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ താഴെ ഈ ക്വസ്റ്റ്യൻ കാണാവുന്നതായിരിക്കും. ഓക്കെ, പോസ് ചെയ്തത് റീഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് പറഞ്ഞാൽ 5 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 5 ഡിജിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 7, 8, 9. ഇത് വെച്ച് ഈ 5 നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 6 നമ്പർ ഉണ്ട്. ഈ 6 നമ്പർ വെച്ച് 5 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാക്കണം. അതിന്റെ ക്രൈറ്റീരിയ, വേറൊരു ക്രൈറ്റീരിയ എന്താണ്? ഇത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 കോൺസെപ്റ്റ് ആണ് നമ്മൾ അറിയുന്നത്. അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ 4ന്റെ ഡിവിസിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഒരു നമ്പർ, ഏത് നമ്പർ ആയിക്കോട്ടെ, അത് 4 വെച്ച് ഡിവൈഡ് ആയി പോകണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് അറിയേണ്ടത്? അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്, അതിപ്പോ എത്ര വലിയ സംഖ്യ ആവട്ടെ, 1 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ ആവട്ടെ, 3 ഡിജിറ്റ് നമ്പർ ആവട്ടെ, 4 ഡിജിറ്റ് നമ്പർ ആവട്ടെ, എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, ഒരു നമ്പർ 4 വെച്ച് ഡിവൈഡ് ആയി പോകണമെങ്കിൽ അതിനാദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ 2 സംഖ്യ, ആ 2 സംഖ്യ ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 1, 2, 3, 7, 8, 9 ഇത് വെച്ച് നമുക്ക് അവസാനത്തെ 2 ഡിജിറ്റ് ഫിക്സ് ചെയ്യുക. 5 ഡിജിറ്റ് നമ്പർ ആണ്. അതിന്റെ അവസാനത്തെ ഈ 2 ഡിജിറ്റ് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പറ്റും? 12 എന്ന് പറയുന്ന നമ്പർ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് നമ്പറാണ്? 32 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അടുത്തതായി ഏതുണ്ട്? 72 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഓക്കെ, 92 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഇനി അതുപോലെ പിന്നെ ഉള്ള നമ്പർ എന്ന് പറയുമ്പോൾ 28 ആണ്. ഈ 5 നമ്പർ എന്തായി പോകും? നമുക്ക് 4 വെച്ച് ഡിവൈഡ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഇവിടെ 3 പൊസിഷൻസ് ഉണ്ട്. ഈ 3 പൊസിഷനിലേക്ക് നമുക്ക് നമ്പേഴ്സിന് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 2 നമ്പർ ഓൾറെഡി നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ 6 നമ്പറിൽ ബാക്കി എത്ര നമ്പർ ഉണ്ട്? 4 നമ്പറുകളിലെ ആ 4 നമ്പറിൽ നമുക്ക് ഇവിടെ എത്ര നമ്പർ സെലക്ട് ചെയ്യേണ്ടി വരും? 3 നമ്പർ സെലക്ട് ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ കോമ്പിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. കോമ്പിനേഷൻ, അതായത് 4 നമ്പർ ഉള്ളതിൽ നിന്ന് നമുക്ക് 3 നമ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എങ്ങനെയാണ്? 4C3 ആണ് അതിന്റെ ഉള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. എത്ര പ്രോബിലിറ്റി അല്ല, അതിന് എത്ര ചാൻസസ് വരും? 4 നമ്പറിൽ നിന്ന് 3 നമ്പർ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് ആണ് 4C3. അപ്പോൾ 4C3 എന്ന് പറയുമ്പോൾ 4 × 3 × 2 ഡിവൈഡഡ് ബൈ 3 × 2 വെട്ടിപ്പോവും. 4C3 4 എന്ന് തന്നെ വരും. 4C3 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ 3 എണ്ണം ഫില്ല് ചെയ്യാനായിട്ട് 4C3 ചാൻസസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 4 ചാൻസസ് ആണ്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 4 നമ്പർ ഇവിടെ, 3 നമ്പർ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എത്രയാണ്? 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സാണ് നമ്മളിപ്പോൾ എടുത്തെന്ന് വെച്ചു. ഈ 3 നമ്പേഴ്സ് നമുക്ക് ഈ പൊസിഷനിൽ എങ്ങനെയൊക്കെ വരാം? 3, 2, 1 ഒന്നുകൂടി. ഇതേ കണക്ക് 2, 3, 1 ഇതേ കണക്ക് എത്ര ടൈം വരാം? 3 ഫാക്ടോറിയൽ ടൈംസ് വരാം. 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 3 × 2 ടൈംസ് വരാം. അതായത് 6. 3 നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ ഈ 3 പൊസിഷനിലായിട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന എത്ര ചാൻസ് ആണ്? 6 ചാൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോ എന്താ, നമ്മൾ ടോട്ടൽ എത്രയാണ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ 4, നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു? 4 നമ്പർ ഉള്ളതിൽ നിന്ന് 3 നമ്പർ സോർട്ട് ഔട്ട് ചെയ്തു. ആ 3 പൊസിഷനിൽ ആ 3 പൊസിഷനിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് സോർട്ട് ഔട്ട് ചെയ്തു. ആ 4 നമ്പറിൽ നിന്ന് എടുക്കാനുള്ള പ്രോബിലിറ്റി നമ്മൾ 4 കിട്ടി. അതേപോലെ ആ 3 നമ്പർ അറേഞ്ച് ആവുന്ന രീതി എത്രയാണ്? 6 രീതിയിൽ അറേഞ്ച് ആയി. അപ്പൊ ടോട്ടൽ എത്ര? 24 രീതിയിൽ അവരെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 നമ്പറിൽ നിന്ന് 3 നമ്പർ എടുത്ത് ആ 3 നമ്പർ അറേഞ്ച് ആവുന്ന ടോട്ടൽ നമുക്ക് എത്ര പോസിബിലിറ്റി കിട്ടി? 24 കേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 12 ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തിട്ട്? ഇവിടെ 12 ഫിക്സ് ആവുകയാണെങ്കിൽ 24 കേസ് വരും. ഇവിടെ 32 നമ്മൾ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 32 നമ്മളിവിടെ ഫിക്സ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു 24 കേസ് വരും. 28 നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 24 കേസ് വരും. 92 ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 24 കേസ് വരും. 72 നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെയും ഒരു 24 കേസ് വരും. അങ്ങനെ ടോട്ടലി 24 × 5 ടൈംസ്, അതെന്ന് പറഞ്ഞാൽ 120
ചാൻസ് ആണ്. 120 ബേസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്.